ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഗാർഡനിൽ കൂടി വരെ നടന്നപ്പോൾ കണ്ടൊരു ചെടി എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു പാരസൈറ്റ് പ്ലാന്റ് ആണ്. ഇത് ഞാൻ വെറുതെ നമ്മുടെ ചട്ടിയിൽ കുറച്ച് പെൻറ്റാസ് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പെട്ടെന്നാണ് ഇത് സ്പ്രെഡ് ആയത്. ഈ അടുത്തെങ്ങും ഞാനിതിനെ ഈ അടുത്തൊന്നുമില്ല, ഞങ്ങളുടെ ഈ ഒരു സ്ഥലത്ത് കസ്ക്യൂട്ടിനെ ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. കസ്ക്യൂട്ടാന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും, ഇതൊരു യെല്ലോ കളറിലെ ലീഫ്ലെസ് ആയിട്ടുള്ള വെറുതെ ഒരു ക്ലൈംബർ പ്ലാന്റ് ആണിത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പാരസൈറ്റ് പ്ലാന്റ് ആണ്. അതപ്പോൾ ഇത് എവിടെ കയറുന്നു അവിടെ അങ്ങ് സ്പ്രെഡ് ആവുക, അതിന് പറ്റുന്ന ഒരു ഹോസ്റ്റ് പ്ലാന്റിനെ കണ്ടുപിടിച്ചിട്ട് അതിനകത്തുനിന്ന് ന്യൂട്രിയൻസും കാര്യങ്ങളും വലിച്ചെടുത്ത് ജീവിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് എന്താ പറയുക പ്ലാന്റാണ് ഇത്. ഇതിന് ഒത്തിരി സ്പീഷീസും കാര്യങ്ങളുണ്ട്. നമ്മളിവിടെ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും കാണുന്ന ഈ യെല്ലോ കളർ വെറൈറ്റിയാണ്. ക്ലോറോഫിൽ കണ്ടന്റ് ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒത്തിരി സ്വയം ഒരിക്കലും ഒരു ഫുഡ് ഉണ്ടാക്കില്ല. അപ്പോൾ ഇവരുടെ മെയിൻ ഉദ്ദേശം ഇവർക്ക് കിട്ടാവുന്ന നല്ലൊരു ഹോസ്റ്റിനെ കണ്ടുപിടിച്ച് അവിടെ സ്പ്രെഡ് ആവുക, അതിനകത്തുനിന്ന് ഫുഡ് ആൻഡ് ന്യൂട്രിയൻസ് വലിച്ചെടുത്തിട്ട് ഇവരങ്ങ് ജീവിക്കും. അതാണ് പാരസൈറ്റ് പ്ലാന്റിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്തായാലും ഇതിനെ കണ്ട സ്ഥിതിക്ക് നമ്മളിപ്പോൾ ജസ്റ്റ് അതിനെ കംപ്ലീറ്റ് കട്ട് ചെയ്ത് കളഞ്ഞ് എനിക്ക് തോന്നുന്നു ഞാൻ ഇതിന് തീയിട്ട് കളയാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം ഇതിൻ്റെ സ്പോർട്സോ കാര്യങ്ങളോ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈം ആയിട്ടില്ല, എന്തായാലും ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും തീയിട്ട് കളയാൻ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, ഇനി ഉണ്ടാവുമോ ഇല്ലെന്ന് അറിയില്ല. സമ്മർ സീസണിലാണ് അപ്പോൾ ഇത് കൂടുതലും സ്പ്രെഡായി വരുന്നത്. എന്തായാലും എല്ലാവരും ഒന്ന് ഗാർഡനിലൊക്കെ നോക്കുക, ഉണ്ടെങ്കിൽ എത്രയും വേഗം ഇതിനെ റിമൂവ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്